മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഇന്ന് നമ്മളതിന് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അതിലൊന്നാണ് ഡിഫോൾട്ട് റിപ്ലൈ. ഓക്കെ, ഡിഫോൾട്ട് റിപ്ലൈ അതുപോലെ ക്വിക്ക് മെനു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയ ശേഷം നമുക്ക് മെസ്സഞ്ചർ എന്ന് പറയുന്ന ഓപ്ഷനിൽ വരിക. ഈ മെസ്സഞ്ചറിൽ വരുമ്പോൾ നമുക്കിവിടെ വെൽക്കം മെസ്സേജ്, നേരത്തെ വെൽക്കം മെസ്സേജാണ് നമ്മളെടുത്തത്. ഇനി ഡിഫോൾട്ട് റിപ്ലൈ, അതിന് തൊട്ട് മേളിലായിട്ട് ഡിഫോൾട്ട് റിപ്ലൈ ഉണ്ട്. ഡിഫോൾട്ട് റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, വെൽക്കം മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ അതൊരു വൺ ടൈം മാത്രം കാണിക്കുന്നതാണ്. പക്ഷേ ഡിഫോൾട്ട് റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ ഇല്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഡിഫോൾട്ട് റിപ്ലൈ അത് പോപ്പപ്പ് ആയിട്ട് വരും. ഡിഫോൾട്ട് റിപ്ലൈ നമ്മൾക്ക് ഇവിടെ ഓൾറെഡി ഒരെണ്ണമുണ്ട്, അത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, നോർമലി നമ്മൾ ഓൺലൈനിൽ ഇല്ലാത്ത സമയത്ത് നമുക്കൊരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും ഡിഫോൾട്ട് റിപ്ലൈ അല്ലെങ്കിൽ കൊടുക്കുക, വി വിൽ ഗെറ്റ് ബാക്ക് യു സോൺ, അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് നോട്ടിഫൈഡ് സോൺ വൺസ് സമ്മൺ കെയിം ഓൺലൈൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ഡിഫോൾട്ട് റിപ്ലൈ കൊടുക്കുക. ഇവിടെയും നമുക്കൊരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ നമ്മളതൊരു വെൽക്കം മെസ്സേജിൻ്റെ ഫ്ലോയിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ന്യൂ ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഡിഫോൾട്ട് റിപ്ലൈ എന്ന് പറഞ്ഞിട്ട് ന്യൂ ഫ്ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ മെസ്സേജ്, ആ മെസ്സേജ് എന്താണോ ഡിഫോൾട്ട് റിപ്ലൈ ആയതുകൊണ്ട് അതെപ്പോഴും പോകുന്നതാണ്. താങ്ക് യു ഫോർ യുവർ മെസ്സേജ്, വി വിൽ റിപ്ലൈ യു സൂൺ. ഓക്കെ, വി വിൽ റിപ്ലൈ സൂൺ. അതിനുശേഷം നമുക്ക് താഴെ ബട്ടൺസ് ആഡ് ചെയ്യണമെങ്കിൽ ബട്ടൺ ആഡ് ചെയ്യാം. അങ്ങനെ തുടങ്ങിയിട്ട് നേരത്തെ വെൽക്കം മെസ്സേജിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെയും ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിഫോൾട്ട് റിപ്ലൈ. അപ്പോൾ ഈ ഡിഫോൾട്ട് റിപ്ലൈയുടെ കൂട്ടത്തിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ താഴെയുണ്ട്, അതാണ് ക്വിക്ക് റിപ്ലൈ. ക്വിക്ക് റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് നമ്മൾ മെസ്സേജ് ചെയ്യുന്ന ആൾ, നമ്മൾക്ക് മെസ്സേജ് ചെയ്യുന്ന ആൾ ചോദിക്കാനിടയുള്ള ക്വസ്റ്റ്യൻസ്, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ നമ്മൾ പറയുന്ന FAQ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വിക്ക് റിപ്ലൈ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ചിട്ട് ബേസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ടെക്സ്റ്റിൻ്റെ ക്യാരക്ടേഴ്സിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ നിൽക്കണം. ഓക്കെ, ഇതൊരു ബട്ടൺ പോലെ ആയിരിക്കും വരുന്നത്. അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ മെസ്സേജ് ഓപ്പൺ ആയിട്ട് വരും, ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ്. അപ്പോൾ അതിനുശേഷം ഒരു ഐക്കൺ ഇമേജ് വേണമെങ്കിൽ കൊടുക്കാം. ജസ്റ്റ് ഞാനൊരു ഇമേജ് കൊടുത്തു. ആ ഇമേജ് കൊടുത്തു അതിന് എന്ത് ആക്ഷൻ നടക്കണം, വെൻ ദിസ് ബട്ടൺ ഈസ് പ്രസ്ഡ് നമുക്കിവിടെ ഒരു മെസ്സേജ് കൊടുക്കാം. പിന്നെ പെർഫോം ആക്ഷൻസ് കൊടുക്കാം. അതുപോലെ അനദർ ഫ്ലോയും കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ തൽക്കാലം മെസ്സേജ് കൊടുക്കുന്നു. ആ മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാണ്, it cost around 10,000 and you will get support of 1 year for free. Okay, വൺ ഇയർ ഫോർ ഫ്രീ, ജസ്റ്റ് ഒരു മെസ്സേജ് ഞാനങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ക്വിക്ക് റിപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആ മെസ്സേജ് കണ്ടു, ഓക്കെ ഇതിന് കോസ്റ്റ് ഇത്രയാവും. അപ്പം നമ്മൾ മറ്റൊരാൾ അല്ലെങ്കിൽ നമ്മളോട് പിന്നീട് അവർ ചോദിക്കാൻ വന്ന ക്വസ്റ്റ്യൻ അതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ, ഓക്കെ ഇത് എനിക്ക് മനസ്സിലായി, ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും കോസ്റ്റ് ആവും. അപ്പോൾ മേ ബി ഇനി അടുത്ത ക്വസ്റ്റ്യൻ പിന്നെയും വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ക്വിക്ക് റിപ്ലൈ ഇവിടെ കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നമ്മളിവിടെ ഒരു ബട്ടൺ കൊടുക്കണം. ഈ ബട്ടണിൽ നമ്മൾ ചോദിക്കണം, യു നീഡ് more answer you need അല്ലെങ്കിൽ ആൻസർ ഫുള്ളായിട്ട് നമുക്കിവിടെ കൊടുക്കാൻ പറ്റില്ല, അതിൻ്റെ ടെക്സ്റ്റ് യു നീഡ് മോർ എന്ന് ചോദിച്ചിട്ട് നമുക്കിവിടെ ആ ബട്ടണിൽ വേറെ മെസ്സേജുകൾ കണക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലോ ഇങ്ങനെ കൂടിക്കൊണ്ട് വരാം, അല്ലെങ്കിൽ കൂട്ടി നമുക്ക് വലുതാക്കി കൊണ്ടേ വരാം. അപ്പോൾ അതിൻ്റെ അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ പർട്ടിക്കുലർ വരുന്ന പ്രോസ്പെക്റ്റിനെ കൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവരെ കൊണ്ട് തന്നെ ചോദിപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ 10,000 എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ 10,000 എന്ന് പറയുമ്പോൾ അവർ ആസ്ക് ചെയ്യും, അവർ ചോദിക്കാം എന്താണ് സിലബസ്. ഓക്കെ, syllabus, what is this
സിലബസ് ഓഫ് ദ കോഴ്സ് എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സിലബസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ, അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ മേ ബി അടുത്ത സ്റ്റെപ്പിൽ ക്ലിക്ക് ചെയ്യുന്നത് സിലബസിലേക്കായിരിക്കും. സിലബസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനോട് വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ഇല്ല, സിലബസ് ലെങ്തിയാണ് അല്ലെങ്കിൽ ഒരു PDF ഫയലാണ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ PDF ഫയൽ എവിടെയാണോ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തു. അപ്പോൾ ആ ലിങ്ക് കൊടുത്തിട്ട് നമ്മളിവിടെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പർട്ടിക്കുലർ അതിൽ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോയിക്കോളും. ഓക്കെ, അപ്പോൾ അതിന് തൊട്ട് താഴെ വേറൊരു ഓപ്ഷനുണ്ട്, പെർഫോം ആക്ഷൻസ്. ഓക്കെ, ഈ പെർഫോം ആക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഇൻപുട്ട് തരുന്ന കസ്റ്റമർ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റ്, നമ്മളോട് ഈ മെസ്സേജിൽ സംസാരിക്കുന്ന ആൾ, അവർ ഇങ്ങനെ ക്വിക്ക് റിപ്ലൈയിൽ വന്നു, അടുത്ത ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, ആൻഡ് സിലബസിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ കോൾഡ് ഓഡിയൻസ് അല്ല, ആക്ച്വലി അവർ കോൾഡായിട്ട് വന്നെങ്കിലും ദേ ഹാവ് ദ ടെൻഡൻസി ടു മൂവ് ടു ദ വാം ഓഡിയൻസ്, ഒന്ന് വാമപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ അവരെ അങ്ങനെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അതായത് നമുക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഒരേപോലുള്ള കാറ്റഗറിയിലല്ല നമ്മൾ കാണേണ്ടത്. ചിലർക്ക് നമുക്ക് കോൾഡായിരിക്കും, ചിലർ കോൾഡ് ഓഡിയൻസ് ആയിരിക്കും, ചിലർ വാം ഓഡിയൻസ് ആയിരിക്കും, ചിലർ വളരെ ഹോട്ട് ഓഡിയൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കൺവേർഷൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നമുക്ക് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പെർഫോം ആക്ഷൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുക്കുന്നു. ഓക്കെ, ഈ പെർഫോം ആക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരെ ഓരോ ടാഗിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ ആക്ഷൻ ഇവിടാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. യെസ്, നമ്മുടെ മെസ്സേജ് ഇവിടാണ്. ഇറ്റ് കോസ്റ്റ് അറൗണ്ട് 10,000 ആൻഡ് യു വിൽ ഗെറ്റ് സപ്പോർട്ട് ഓഫ് 1 year. ഇറ്റ്സ് 1 year ഫോർ ഫ്രീ. യു നീഡ് മോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെസ്സേജും, സിലബസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെസ്സേജും. അപ്പോൾ ക്ലിക്ക് ടു ആഡ് ആൻ ആക്ഷൻ, ഇവിടെ ആക്ഷൻ കൊടുക്കേണ്ടത് എന്താണ്? ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞ് വരും. നേരത്തെ നമുക്ക് ഇവിടെ എല്ലാം വന്നത് ടെക്സ്റ്റ് ആയിരുന്നു, ഇവിടെ നമുക്ക് ആക്ഷൻ സെറ്റ് ചെയ്യണം. ഈ ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ വന്ന ആൾക്ക് ഒരു ടാഗ് ചെയ്ത് കൊടുക്കണം. അതായത് ഹീ ഈസ് എ വാം ഓഡിയൻസ്, അല്ലെങ്കിൽ ഹീ ഈസ് കമ്മിങ് ടു അസ് എ ലീഡ്, ഓർ ഹീ ഈസ് എ ലീഡ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ടാഗ് കൊടുക്കണം. ടാഗ് കൊടുക്കുന്നത് ഇൻട്രസ്റ്റഡ്, ഓക്കെ, അല്ലെങ്കിൽ ലീഡ് ഫോർ സോഷ്യൽ മീഡിയ കോഴ്സ്. ഓക്കെ, ലീഡ് ഫോർ സോഷ്യൽ മീഡിയ കോഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു ടാഗ് ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ടാഗ് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. നമുക്കിങ്ങനെ പുതിയ ടാഗ് അപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഇങ്ങനെ കൊടുക്കുമ്പോൾ ന്യൂ ടാഗ് ലീഡ് ഫോർ സോഷ്യൽ മീഡിയ എന്ന് കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ ടാഗ് അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പം എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് ആ ആക്ഷനിൽ ക്ലിക്ക് ചെയ്ത ആൾ, ഈ സിലബസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ആളെ നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ലീഡായിട്ട് കണക്കാക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ അവരിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ആ ലീഡായിട്ട് മാറിയ ആളിലേക്ക് നമ്മൾ വേറെ മെസ്സേജുകൾ, അതായത് പുതിയ കണ്ടൻറ്റുകൾ അയച്ചു കൊടുക്കും. അതായത് ഒരു കോൾഡ് ഓഡിയൻസിന് അയച്ചു കൊടുക്കുന്ന മെസ്സേജുകളല്ല നമ്മളൊരു ലീഡ് ആയിട്ട് വരുന്ന ആൾക്ക് അയച്ചു കൊടുക്കുന്നത്. കുറച്ചുകൂടെ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് അവർക്കൊരു ഓഫർ കൊടുക്കാൻ പറ്റും, ഒരു എക്സ്ക്ലൂസീവ് ഓഫർ. ഇഫ് യു ജോയിൻ ഫോർ നെക്സ്റ്റ് 2 days യു വിൽ ഗെറ്റ് ഇറ്റ് ഫോർ 10,000 എന്നുള്ളത് നമുക്കൊരു 9,000 പറയാൻ പറ്റും. അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് എത്രയാണോ ഓഫർ ചെയ്യാൻ പറ്റുന്നത് അത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ ആക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ ആണ് നമ്മൾ പെർഫോം ആക്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ലീഡ് മാത്രമല്ല നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നത്, അവർ ടാഗ് മാത്രമല്ല നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, പിന്നെയും കുറേ കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടി നമ്മൾ വീണ്ടും ആക്ഷൻസ് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ലോങ് കൺവേർഷൻ ഇവൻ്റ് ഉണ്ട്, അത് പ്രോ വേർഷനിലാണ്. ഇത് നമുക്ക് മറ്റൊരു കസ്റ്റം ഇവൻറ്റിലേക്ക് കൺവേർഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ റിമൂവ് ടാഗ്, അതായത് നമ്മളോട്ട് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ നമ്മൾ ആദ്യം തന്നെ ഒരു ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവരുടെ ആ ടാഗ് മാറും. എന്നിട്ട് പുതിയൊരു ടാഗ് നമുക്ക് ഇട്ട് കൊടുക്കാം. മനസ്സിലായോ?
നമ്മൾ ഇപ്പോൾ കോൾഡ് ഓഡിയൻസ് ആയിട്ടുള്ള ഒരാളാണ്, അവർ നമ്മുടെ കണ്ടൻറ്റുകൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ് ദ എൻഡ് അവരെ ഒരു ലീഡായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആദ്യത്തെ കോൾഡ് ഓഡിയൻസ് എന്നുള്ളത് മാറി ലീഡ് ആയിട്ടും നമുക്ക് കണക്ട് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ടു സീക്വൻസ് ഉണ്ട്, അതായത് നമുക്കൊരു സീക്വൻസ് ഓഫ് മെസ്സേജുകൾ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത ശേഷം അതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ആ പർട്ടിക്കുലർ പേഴ്സണെ ആ ഒരു സീക്വൻസിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ അവർക്ക് നെക്സ്റ്റ് 1 വീക്കിലേക്കോ അല്ലെങ്കിൽ 1 മന്തിലേക്കോ ഒരു ഓട്ടോമേറ്റഡ് സീക്വൻസസ് ഓഫ് മെസ്സേജുകൾ കിട്ടും. അത് either കണ്ടൻ്റ് ആവാം, വീഡിയോസ് ആവാം, അങ്ങനെ ട്യൂട്ടോറിയൽസ് ആവാം, എനിത്തിങ്, അത് നമ്മൾ ഇഷ്ടം പോലെ. ഓക്കെ, അങ്ങനെ തുടങ്ങി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. അപ്പോൾ അതിൽ നോട്ടിഫൈ അഡ്മിൻസ് ഉണ്ട്, അത് പ്രോ വേർഷനാണ്. അതായത് ഇങ്ങനെ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമ്മൺ എന്നല്ല, ആ പർട്ടിക്കുലർ പേഴ്സണിൻ്റെ പേര് ഉൾപ്പെടെയാണ് വരിക. ഹി ഓർ ഷീ ജോയിൻ ടു അവർ ലീഡ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അഡ്മിൻസ്, നമ്മൾ ആരാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവർക്ക് മെസ്സേജ് വരും. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ ആക്ഷൻസ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമുക്കിവിടെ ഈ ആക്ഷൻ എന്താണെന്ന് നമ്മളിവിടെ സെറ്റ് ചെയ്തു. പക്ഷേ ആ ആക്ഷനിൽ ക്ലിക്ക് ചെയ്തു, അവരവിടെ ആക്ഷനും കൊണ്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്, അവർ നേരെ വെബ്സൈറ്റിലേക്ക് പോയി അവിടെ സിലബസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡൺ കൊടുക്കാം. ഓക്കെ, ഇനി ഇതിന് ശേഷം പ്രിവ്യൂ ഞാനൊരു മെസ്സേജ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടുപോയി, ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഇത് നമുക്കിനിയുടെ പ്രിവ്യൂ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ മെസ്സേജിൻ്റെ ഇത് കൊടുത്തില്ല, ജസ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുത്തില്ല. ഓക്കെ, യു നീഡ് മോർ, വെൽക്കം ആൻഡ് ഹെൽപ്പ് യു. ഓക്കെ, ജസ്റ്റ് നമ്മുടെ ഒരു അസിസ്റ്റൻസ് വരും, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് കൊടുക്കുന്നു. ജസ്റ്റ് പ്രിവ്യൂ കൊടുക്കുന്നു. നൗ അഗെയിൻ നമുക്ക് പ്രിവ്യൂ ബോക്സിലേക്ക് വരികയാണ്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ താങ്ക് യു ഫോർ മെസ്സേജ്, നമ്മൾ താങ്ക് യു ഫോർ യുവർ മെസ്സേജ്, വി വിൽ റിപ്ലൈ സൂൺ. അതായത് ഇത് പ്രിവ്യൂ ആണ്. പ്രിവ്യൂ മീൻസ് ഞാൻ പ്രത്യേകിച്ച് ആക്ഷൻ എടുക്കാതെ തന്നെ എനിക്ക് കാണിച്ചു തന്നാണ്. ഇത് ശരിക്കും വരുന്നത് നമ്മളിലേക്ക് ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ മാത്രമേ ഇത് വരുള്ളൂ. അപ്പോൾ ഈ ഒരു മെസ്സേജ് മുതൽ നോക്കുക, താങ്ക് യു ഫോർ യുവർ മെസ്സേജ്, വി വിൽ റിപ്ലൈ യു സൂൺ. ഇതാണ് നമ്മുടെ ഡിഫോൾട്ട് റിപ്ലൈ. അതിനുശേഷം താഴെ നമ്മളൊരു ക്വിക്ക് റിപ്ലൈ കൊടുത്തു, ഹൗ മച്ച് ഇറ്റ് കോസ്റ്റ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് വരുന്ന മെസ്സേജാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഇറ്റ് കോസ്റ്റ് അറൗണ്ട് 10,000 വരും. അത് കഴിഞ്ഞ് യു നീഡ് മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാ വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞൊരു, ഇൻ കേസ് നമ്മൾ സിലബസ് ആണ് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സിലബസ് ഞാൻ കൊടുത്ത ആ മെസ്സേജ് വെബ്സൈറ്റിലേക്ക് പോകും. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ ഇതൊന്ന് ഫീൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എത്രത്തോളം നമുക്കിതൊന്ന് ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഒരു കാര്യം. ഇപ്പോൾ ഇതെൻ്റെ ഒരു ഒഫീഷ്യൽ സെയിൽസ് പേജിൽ തന്നെയാണ് നമ്മളൊരു ചെറിയ കോഴ്സിൻ്റെ. ഓക്കെ, ഇപ്പോൾ ഞാൻ നോർമലി മെസ്സഞ്ചറിൻ്റെ ഫണൽ സിസ്റ്റം നല്ലതുപോലെ യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് നല്ല വർത്താണത്. അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനി പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെസ്സേജ് ആരൊക്കെ നിങ്ങൾ ഇനി ഈ ട്യൂട്ടോറിയൽ കണ്ടിട്ട് വന്ന് മെസ്സേജ് അയച്ചാലും അതിൽ വർക്ക് ചെയ്യും, അണ്ടിൽ ഞാനത് ഡിലീറ്റ് ചെയ്യുന്നത് വരെ ആ ഒരു ഫ്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വെൽക്കം മെസ്സേജ് ആയി, ഡിഫോൾട്ട് റിപ്ലൈ ആയി. അതുപോലെ തന്നെ നമ്മൾ ക്വിക്ക് റിപ്ലൈയും കൊടുത്തു. ക്വിക്ക് റിപ്ലൈ നമുക്ക് ഒരുപാടെണ്ണം കൊടുക്കാം കേട്ടോ. ഒരു സ്റ്റെപ്പിൽ മാത്രമല്ല ക്വിക്ക് റിപ്ലൈ കൊടുക്കേണ്ടത്, ഒരുപാട് സ്റ്റെപ്പിൽ നമുക്ക് ക്വിക്ക് റിപ്ലൈസ് കൊടുക്കാൻ പറ്റും. ക്വിക്ക് റിപ്ലൈസ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഞാനിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് റിപ്ലൈ അയക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നോർമലി ഞാൻ ചൂസ് ചെയ്യുന്നത്, ഇപ്പോൾ വെബിനാർസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നോർമലി ഞാൻ വെബിനാർസിൻ്റെ രജിസ്ട്രേഷൻസ് എല്ലാം ചെയ്യുന്നത് മെസ്സഞ്ചർ ത്രൂ ആണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം ക്വിക്ക് റിപ്ലൈയിലാണ് ഞാൻ കൊടുക്കാറ്. അപ്പോൾ ക്വിക്ക് റിപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ അവർ പോകുന്നത് വെബിനാർ രജിസ്ട്രേഷൻ പോയിന്റിലേക്കായിരിക്കും. അത് ജസ്റ്റ് നമ്മളിവിടെ നേരത്തെ ചെയ്തതുപോലെ ബട്ടണിൽ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. സോ യു ഷുഡ് പ്രാക്ടീസ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. നമ്മളിത് ഇതിലേക്ക് നല്ല ഇൻഡെപ്തിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് നമുക്കിത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തരുന്നത്. അപ്പോൾ ഇനി നമുക്കിതിനകത്ത് കാണാനുള്ളത് നമ്മുടെ
ടാഗുകൾ എങ്ങനെ വന്നു എന്നുള്ളതാണ്. നേരത്തെ ഞാനൊരു ടാഗ് ആഡ് ചെയ്തിരുന്നു, അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി നമുക്ക് ഡാഷ്ബോർഡിലേക്ക് പോകാം. ഡാഷ്ബോർഡിൽ പോയിട്ട് നമ്മുടെ ബോട്ട് ഓവർവ്യൂവിൽ വരിക. ബോട്ട് ഓവർവ്യൂവിൽ വരുന്നിട്ട് ഞാൻ മാത്രമാണ് അതിൽ സബ്സ്ക്രൈബറായിട്ടുള്ളത്. സബ്സ്ക്രൈബറായിട്ട് വന്ന് നേരത്തെ ഞാൻ കാണിച്ചതുപോലെ യൂസർ ടാഗ്സ്, നേരത്തെ എനിക്കിങ്ങനെ ഒരു ടാഗ് ഇല്ലായിരുന്നു. സോ ഞാൻ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതുകൊണ്ട് ലീഡ് ഫോർ സോഷ്യൽ മീഡിയ കോഴ്സ് എന്ന് പറഞ്ഞൊരു ടാഗ് വന്നു. ഓക്കെ, ഇനി എനിക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് ഒരാൾക്ക് ടാഗ് ചെയ്യാനും പറ്റും. ആഡ് ടാഗ് കൊടുക്കുക. ഓക്കെ, ആഡ് ടാഗ് കൊടുത്തിട്ട് നമുക്ക് MQL മീൻസ് മോസ്റ്റ് ക്വാളിഫൈഡ് ലീഡ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മോസ്റ്റ് ക്വാളിഫൈഡ് ലീഡ് എന്ന് പറഞ്ഞൊരു ബട്ടണിലേക്ക് നമുക്ക് ഒരു ആക്ഷൻ അസൈൻ ചെയ്തിട്ട് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നവരെല്ലാം മോസ്റ്റ് ക്വാളിഫൈഡ് ലീഡ് ആവാം. നമ്മൾ എന്തിനാണ് ടാഗ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് ലെസണിൽ നമ്മൾ പഠിക്കും. ടാഗ് യൂസ് ചെയ്യുന്നത് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് 100 പേരുണ്ട്, 100 പേരെയും നമ്മൾ ഒരേ മെസ്സേജ് കൊണ്ട് ട്രീറ്റ് ചെയ്യാതെ അതിൽ സ്പ്ലിറ്റ് ആക്കിയിട്ട് അവരുടെ ഡെപ്ത് ഓഫ് ഇൻട്രസ്റ്റ് നോക്കിയിട്ട് നമുക്ക് മെസ്സേജുകൾ അയക്കാൻ പറ്റും. അതാണ് നമ്മുടെ നെക്സ്റ്റ് ലെസണിൽ പഠിക്കാൻ പോകുന്നത്. സോ താങ്ക് യു ആൻഡ് വാച്ചിങ് നെക്സ്റ്റ് ലെസൺ.